ചെറുപ്പകാലത്ത് എല്ലാവരും കൂടി ഞായറാഴ്ച ദിവസം ഒരു വീട്ടിൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. അന്നേരം എല്ലാവരും പരസ്പരം ഓരോ കാര്യങ്ങൾ സംസാരിക്കും. കൃഷി ഇറക്കിയതും വിളവെടുത്തതും എല്ലാം. അതായിരുന്നു ഞങ്ങളുടെ ഒത്തുകൂടൽ. അന്നേരം എല്ലാവരും ഇറച്ചിയും കപ്പയൊക്കെ വെച്ച് കഴിക്കാറുന്ന വല്യമ്മച്ചി? ഒന്ന് പോടാ അവിടെന്ന്, അവൻ്റെ ഒരു ഇറച്ചിയും കപ്പയും. അന്നൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാവോ? എല്ലാവർക്കും കഷ്ടപ്പാടും ദുരിതവുമാണല്ലോ. ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയണ്ടല്ലോ. പക്ഷെ അന്ന് അങ്ങനെ ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പള്ളി വേണമെന്ന്. അതിനെൻ്റെ അപ്പനും വല്യപ്പന്മാരും മറ്റുള്ളവരെല്ലാം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് പള്ളി കിട്ടിയ വല്യമ്മച്ചി? പിന്നെ കിട്ടാതെ എവിടെ പോകാനാ? നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് നടത്തി തരൂലേ? അല്ലെങ്കിൽ ഈ കാടും മലയുമായി കിടന്ന സ്ഥലത്ത് ഒരു പള്ളി ഞങ്ങൾക്ക് കിട്ടുമോ? അതാണ് ഇന്ന് ഈ കാണുന്ന സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്. 75 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1949 കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ സമ്മാനം. ഏത്, നമ്മുടെ പള്ളിയോ? അതേടി കാന്താരി, നമ്മുടെ പള്ളി തന്നെ. അന്ന് ആദ്യമായി പള്ളി കുർബാന അർപ്പിക്കാൻ കുര്യാക്കോസ് വടക്കഞ്ചേരി അച്ഛൻ വന്നപ്പോൾ എല്ലാവരും ഒത്തുകൂടിയ നിമിഷം, ഓ എന്തൊരു കൂട്ടായ്മയായിരുന്നു. ഇന്നും അത് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. അപ്പനും അമ്മയും ബന്ധുക്കളും മക്കളെല്ലാവരും ഒന്നിക്കുന്നൊരു ദിവസം. അതൊരു കാലം. ഇന്ന് മക്കളെവിടെ, അപ്പനമ്മമാരെവിടെ? ഓരോരുത്തരും പല ദിക്കിലാ. അപ്പോ വല്യമ്മച്ചി, ഈ കാട്ടികളൊക്കെ പള്ളിയിൽ പോകുമ്പോ മൃഗങ്ങളുണ്ടാവൂലേ? എല്ലാം ഉണ്ടാവും. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു തടസ്സങ്ങളും നമുക്ക് വിനയാകില്ല. അപ്പൊ വല്യമ്മച്ചിനെ ആന കുടിച്ചിട്ടുണ്ടോ? അതെ, ഇനിയും കഥ പറഞ്ഞിരുന്നാലേ ഇന്നത്തെ ദിവസം അങ്ങ് പോകും. പണ്ടത്തെ ആ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും ഒക്കെ കാണണമെങ്കിലേ നമ്മുടെ പള്ളിയിലേക്ക് പോവാം. 75 വർഷത്തിന്റെ നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ ആഘോഷങ്ങളിലേക്ക്. ഞങ്ങളുണ്ട് വല്യമ്മച്ചി. ഇനി ഞങ്ങൾ പപ്പയുടെ മമ്മയുടെ കൂടെ യുകെയിലും കാനഡയിലും ഒന്നും പോണില്ല. ഞങ്ങൾ ഇവിടെ വല്യമ്മച്ചിയുടെ കൂടെ നിൽക്കണോളൂ. അതിന് നിങ്ങളുടെ പപ്പയും മമ്മിയും സമ്മതിക്കുവോ? അവരടുത്ത മാസം വരുമ്പോ നിങ്ങളെ കൊണ്ടുപോവില്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാരും റെഡി ആയിക്കോ. നമ്മുടെ കൊച്ചനും മറ്റും ഇപ്പൊ വരും. നാളത്തെ ജൂബിലി ആഘോഷത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ എവിടെയാ? നമുക്ക് അടിച്ചു പൊളിക്കാം. അന്നാമച്ചി, അവരാരും ഇതുവരെ എത്തിയില്ലേ? ഇന്ന് സെറ്റാക്കിയാലേ നാളെ നമുക്ക് തകർക്കാൻ പറ്റൂ. അച്ഛൻ എന്നാ വിചാരിച്ചേ? അതൊക്കെ അന്നാമച്ചി എപ്പാ സെറ്റാക്കിയതാ. പിന്നല്ലാതെ അന്നാമച്ചി ഒരു കാര്യം ഏറ്റതാ. അച്ഛൻ ഇങ്ങോട്ട് ഇരുന്നേ. ദേ കണ്ടോ,
आदिशक्तिपते वेदनादसुधे रावाळुमुर्विदन्द्योदके सर्वमूलप्रकृतिप्रजापदे तत्त्वादितत्त्रियेकने जगत्साक्षिये मल्प्रणामम् भजपालकुलजातनवनीश्वरं भजते सदा कन्यमर्यासुदं करुणानिलयमेकभूरक्षकं भजते सदा क्रिस्तुदेव प्रभुम् പൗരപ്രമുഖനാം ശ്രീമോനമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു പാവങ്ങളൊക്കെയും നീക്കിയാപതിതയെ പാവനയാക്കി ചമച്ചു അവളെ കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി പാപിയല്ലാത്തവർ കല്ലെറിയൂ കൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജനം അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ് മുൾമുടിയണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമഹിഷണ്ടയാനം ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈരോനിക്ക എന്ന പാപം എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നത് ദേവേശ നിന്തിരുമുഖം കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ചത നന്മയെ കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ
ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു മൂന്നാം ദിനം മുത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു ആ സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ, ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ, കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ, ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. അല്ല അച്ഛാ, ഈ ജൂബിലിയൊക്കെ ആവുമ്പോ അതിന് പറ്റിയൊരു ഇതൊക്കെ വേണ്ടേ? ഏതൊക്കെ എന്റെ പൊന്നു ജർമ്മ, നീ അവിടെ ഇരുന്നേ. എനിക്ക് മനസ്സിലായി, MSJയിലെ സിസ്റ്റർ ശ്രുതി എഴുതി തയ്യാറാക്കിയ ഒരു ജൂബിലി ഗാനമുണ്ട്. 75ാം വാർഷികമല്ലേ, എല്ലാ സംഘടനകളിലെയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആലപിക്കുന്ന ഒരു ജൂബിലി ഗാനം.
ജൂബിലിക്ക് അന്നാമ്മച്ചിയുടെ മക്കളാരും വരില്ലേ? അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അതിനിപ്പോ അപ്പനെ അമ്മയും മക്കൾക്ക് ആർക്കും വേണ്ടല്ലോ. അപ്പനും അമ്മയും ഇവിടെ, മക്കൾ വിദേശത്ത്. എന്നെ സ്നേഹിക്കാനും എനിക്ക് കൂട്ടുകൂടാനും എൻ്റെ ഇടവക്കാരും മറ്റുമുണ്ട്. മക്കളെ കണ്ടൊന്നുമല്ലല്ലോ ഇതൊക്കെ ചെയ്തേ. വന്നാ വന്നു. അച്ഛൻ ഇവിടെ ഇരുന്ന് ഈ പരിപാടി മൊത്തം കാണ്. നമ്മുടെ ഇടവക കുട്ടികളും മറ്റും ഒരുക്കിയ കലാവിരുന്ന് എന്നിട്ട് അഭിപ്രായം പറയും. Hey, witch doctor, give us the magic words. Alright, you go ooh ee, ooh ah ah, ting tang, walla walla bing bang. All right. Ooh ee ooh ah ah, ting tang, walla walla bang bang. Ooh ee ooh ah ah, ting tang, walla walla bang bang. Ooh ee ooh ah ah, ting tang, walla walla bang bang. Ooh ee ooh ah ah, ting tang, walla walla bang bang. Do 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 do. Ting tang, walla walla bang bang. Ooh ee ah ah, ting tang, walla walla bang bang. Ooh ee ah ah, ting tang, walla walla bang bang. Ooh ee ah ah, ting tang, walla walla bang bang. Do 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 I told the witch doctor I was in love with you. do 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 I told the witch doctor I was in love with do you. do do do. And then the witch doctor, he told me what to do. He told me, ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Do 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 I told the witch doctor you didn't love me true. do 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 I told the witch doctor you didn't love me nice. do do do. And then the witch doctor, he gave me this advice. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah, ting, tang, walla, walla, bang, bang. You can keep your love for me just like you were a miser. And I'll admit it wasn't very smart. So I went out to find myself a guy that's so much wiser. And he told me the way to win your heart. Do 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 do. Ooh, ee, ooh, ah, ah. Do 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 do. Ooh, ee, ooh, ah, ah. Ooh, ee, ooh, ah, ah. Ooh, ee, ooh, ah, ah. Ting, tang, walla, walla, bang, bang. Come on and ooh, ee, ah, ah. Ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah. Ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah. Ting, tang, walla, walla, bang, bang. Ooh, ee, ah, ah. Ting, tang, walla, walla, bang, bang.
ven pa' acá. Y ahora. Y ahora. It's looking us right. Can't get you out of my sight. Whoa, oh. Is it love, 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 love? Is it love, 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 love? You start this fire. The way you look at me takes me higher. I want this moment to last forever and ever and over again. Give me some of that. Ooh la, la. Tómame la mano que tú eres cosa buena. Esta noche quiero para sobre la arena. No sé una pierna, no sé nada más. Ven pa' acá. Y ahora. Y ahora. It's looking us right. Can't get you out of my sight. Whoa, oh. Is it love, 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 love? Is it love, 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 love? You start this fire. The way you look at me takes me higher. I want this moment to last forever and ever and over again. Give me some of that. Ooh la, la. Tómame la mano que tú eres cosa buena. Esta noche quiero para sobre la arena. No sé una pierna, no sé nada más. Ven pa' acá. Y ahora. Y ahora. Tómame la mano que tú eres cosa buena. Esta noche quiero para sobre la arena. Tómame la mano que tú. Tómame la mano
ഇമ്പമുടരുവികൾ തിരുമനസാലെ കീൽ വഴി തീർത്തേം തത്തതികുതേം തത്തതിത്തേ തികുതേ ഇന്ദ്രേ തത്തതിത്തേ ഇന്ദ്രേ തത്തതത്തതത്തേ തകതിത്തേ വിശ്വമിടം കയ്യിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ തക്കിടുകിടതേ തകതാം 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 തേ തിക്കിടുകിടതേ തികിതാം 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 തേ തക്കിടുകിടതേ ആ തകതാം തേ തിക്കിടുകിടതേ ആ തികിതാം തേ തക്കിടുകിടതേ തക്കിട്ടേതാ ഇന്നത്താകടതേ ഇന്നത്താകട തക്കിടുകിടതേ വിശ്വമിടം കയ്യിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ വിധി പോലെ വാതാകൃന്തത്തേ എന്നിവയെല്ലാം കണ്ണുനിരാലെ തുമയുണർത്തിച്ച നേരം എങ്ങു വിളങ്ങുന്ന നായൻ മിശിഹ പിതരുൾ ചെയ്വൻ തുടങ്ങി നീയൊരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കളവേണ്ട നിന്നുടെ കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാട്ടതിനെല്ലാം മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പഴുതിനക്കളവേണ്ട മനുഷ്യരെല്ലാ ജാതികളും തന്നെ മജയും ജന്തുക്കളല്ലോ നിന്നുടെ വാക്കും നിലവുകളും നോക്കും പക്ഷയറിഞ്ഞു തകേടും നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറക്കാകുലം വേണ്ട എന്നതിനാൽ ഇപ്പോൾ ഞാനിന്നു നിന്നെയും വിറ്റുവില വാങ്ങിയെല്ലാം ഏഴുമൊഴി കാളേഴുത്തെ കപ്പനെ ചിട്ടുകൊടുക്കുന്നു വേറെ ഈ മൊഴിയാവാൻ കേട്ടുടനത്തിൽ അതിപ്പെരിയോനെ നോക്കി ഇടറ്റം കൊള്ളുവാൻ കാശ് കൊടുത്തു കൈയെഴുത്തൻ കൊടുവാങ്ങി ലോകനാഥൻ കാശെടുത്തൻ പാൽ തൊമ്മയുടെ ഭക്തർ കൊടുത്തു തൃപ്തി വരുമ്പോൾ പാളരും ചെയ്തു എത്തിരിച്ചഴുക്കറുതേ തിന്തകതിന്തത്തേ ആനന്ദം വാരുമാറു മാലാഖാമ ആകാശേ നിങ്ങു ലോകം ചേർന്നു ആചാര ജാഠര മാടക്കും പോലെ ആകായാൽ കൂടി പോതിയുന്നപ്പോൾ ആത്മാവും ജാഠരത്തിൽ പൂരിച്ചുടൻ ആലാസ്യം കൂടാതുയാർത്തു രാജൻ അതുപോഴു തണ്ണന്റെ മുൻപിൽ ചെന്നു ആധാരായി നിന്നവൻ കൈകൾ കൂപ്പി അതു നേരം വന്നിങ്ങടഞ്ഞു ചോഴൻ ഇച്ഛായാലോർത്തു കഴുകിക്കൊണ്ട് കീർത്തിച്ചു വാഴി പോലാറിച്ചറി കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് കാൽക്കൽ വീണാളോതു വീടായി ചൊല്ലി മനഗുണമുട്ടയവൻ അരുളാൻ വാനവർ മഹിമയുടെത്തിയ നഞ്ഞുടനെ മർദ്ദല നിറുകിട്ടും അതിനൊരു തേരത്തിൽ മംഗളമായവർ ഉകീച്ച് കൊണ്ടവനൊരു ഞൊട്ടിയല വാൾ ചെന്നറിയിച്ചവൻ ചിന്നമലക്ക് കരുണയൊട്ടിത്തു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സുതപരിചെ നലമുടു ഫലവാകിൻ നിറമഴകൾ നന്ദുനിയും കടപ്പലതരമേ നന്മവരും വകഫലമൊഴിയ സുതി നന്നായി മലക്കുകൾ പുറമ്പേതെ
ഉടമയിലൂട്ടയവൻ ൂട്ടം പെടുത്തഴകാൻ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇതിർത്തിത്തെ വച്ച് തനമിത മക്കളും അനുദിനം നല്ല വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി വൻപിനെ ഒഴിയാ പെരിയവനൊരു വഴിച്ചിറമോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്ത തകത തികതത്താ തികതക തികത തികതത്താ കൃതിത്ത താങ്കൃ തികതത്താ ഇന്ദേ ദത്താ ദത്താ ദത്തേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർവത്ത് നുടിയിൽ മതയാനെ നെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10-10 రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సొగ్గులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల మల్లె పందిరి రచ్చరాజ కుందె రూపిణి నీ వంక చూస్తే గుండెలోన డీరి డిరిడిరి తుపాకి పెంచి ఆమె తింగని చిట్టి మగజాతి నట్ట మడత పెట్టి ಆ ಕುರ್ಚಿని ಮಾಡ್ತಾ దానికేమో మేకలిస్తివి మరి నాకేమో సన్న బియ్యం నువ్వు కలిస్తివి మేకలేమో మందలుగా పెరిగిపాయ నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ ఆడపచ్చరాళ్ళ జూకాలిస్తివి మరి నాకేమో చుక్కగళ్ళ కోకలిస్తివి దాని చెవిలో జూకాలేమో తగా మెరిసిపాయ నాకు పెట్టిన
రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఏ రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఆ కుర్చీని మార్చబెట్టి ജെയിംസ് അച്ഛന് ആൻസിമോൾ എഴുതുന്നത്. ഞങ്ങളുടെ ബന്ധുവായ അച്ഛനെ ഞാൻ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാനോ ഒരാശ്വാസവാക്ക് പറയാനോ അച്ഛനല്ലാതെ ആൻസിമോൾക്ക് ആരാണുള്ളത്? എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകൾ നേരിട്ടറിയാവുന്നതല്ലേ. അപ്പച്ചൻ ഇന്നലെയും വന്നിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ കയറി വന്ന് രോഗിയെ അമ്മയെ ഒത്തിരി ഉപദ്രവിച്ചു. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു വീൽ ചെയറിൻ്റെ സഹായത്താൽ നടക്കുന്ന അമ്മയ്ക്ക് ആകെയുള്ള ആശ്രയം ഞാൻ മാത്രമാണ്. കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനാണ് ഞാൻ തയ്യൽ ജോലിക്ക് പോകുന്നത്. കിട്ടുന്ന തുച്ഛമായ കാശ് ഒന്നിനും തികയുന്നില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ തന്നെ മാസം 3000 രൂപയോളം വേണം. കരുതി വെച്ചിരുന്ന കാശ് അപ്പച്ചൻ ഇന്നലെ പിടിച്ചു പറിച്ചു വാങ്ങി ഒത്തിരി തല്ലി. സ്വന്തം ഭാര്യയെയും മകളെയും ഉപദ്രവിക്കുന്ന ദ്രോഹിയായ ഒരപ്പനെ ദൈവം എനിക്ക് എന്തിനു തന്നു ഫാദർ? എനിക്ക് ഈ ജീവിതം അടുത്തു. കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു. ഇനി വയ്യ. ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ തളർന്നു പോയ അമ്മയെ കാണുമ്പോൾ അച്ഛനൊന്ന് ഇവിടം വരെ വരണം. മദ്യപാനിയായ എൻ്റെ അപ്പച്ചനിൽ നിന്നും എന്നെയും എൻ്റെ അമ്മയെയും രക്ഷിക്കണം എന്ന് ആൻസിമോൾ. അമ്മേ, കത്ത് ജെയിംസ് അച്ഛനാണല്ലേ? അച്ഛൻ നമ്മുടെ ബന്ധുവാണെന്ന് കരുതി എപ്പോഴും ബുദ്ധിമുട്ടിക്കണം മോളെ. വളരെ തിരക്കുള്ള ഒരാളല്ലേ ജെയിംസ് അച്ഛൻ. അച്ഛനോട് സംസാരിക്കുമ്പോഴൊക്കെ അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ? യേശുനാഥനോട് നേരിൽ കണ്ട് സങ്കടങ്ങൾ പറയുന്നത് പോലെയാണ്. എന്തുമാത്രം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉപദേശമാണ് അച്ഛൻ തരുന്നത്. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര പ്രാവശ്യമാണ് അച്ഛനിവിടെ വന്നത്. പക്ഷേ നിന്റെ അപ്പൻ ഈ കുടുംബത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം തരില്ല മോളെ. എല്ലാ മദ്യപാനികളുടെയും കുടുംബങ്ങൾ എങ്ങനെയാണ് നശിച്ചില്ലാതെയാകുന്നത്? അമ്മ വിഷമിക്കേണ്ട അമ്മേ, എല്ലാം നേരെയാകും. എത്ര വർഷമായി ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. ദൈവം നമ്മുടെ ഈ അവസ്ഥ കാണുന്നില്ലേ? മോളെ ഓർത്തിട്ടാ അമ്മ ജീവച്ഛവം പോലെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ഈ അമ്മേ അങ്ങനെ പറയരുതമ്മേ. അമ്മയും കൂടി നഷ്ടപ്പെട്ട പിന്നെ ഈ ആൻസിമോൾക്ക് ആരാ ഉള്ളത്? മോളെ, എന്നെങ്കിലും ദൈവം നമുക്കൊരു നല്ല ദിവസം തരുമെന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അമ്മേ ഞാൻ ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ സഹിക്കുന്നത്. ജോലിക്ക് പോകാൻ സമയമായി. പോകുന്ന വഴി ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം. അമ്മയ്ക്കറിയാലോ, ജോലി ഒരു ദിവസം മുടങ്ങിയാൽ അത്രയും പൈസ കുറയും. നമ്മുടെ ചെലവും മരുന്നും എല്ലാറ്റിനും കാശ് വേണ്ടേ? എൻ്റെ മോള് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം. മദ്യപാനിയായ അപ്പനെ പോലെ രോഗിയായ ഈ അമ്മയും മോൾക്ക് ഒരു ഭാരമാണല്ലേ? അങ്ങനെ പറയരുതമ്മേ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഈ ആൻസിമോൾ ജീവിക്കുന്നത് തന്നെ. അമ്മേ, അപ്പച്ചൻ
കഞ്ഞിയും ചമ്മന്തി മാത്രം. മനുഷ്യൻ വിശന്ന് പൊരിഞ്ഞ് വരുമ്പോ വായിക്ക് രുചിയുള്ളതൊന്നും ഉണ്ടാക്കി തരില്ലടി. അതിന് വേലയെടുത്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാ ഈ കുടുംബം കഴിഞ്ഞു കൂടുന്നത്. ഇവിടെ ഇതൊക്കെ കാണൂ. ഇവൾ എന്നാണ് ജോലിക്കാരിയായത്? ഞാൻ വളർത്തി വലുതാക്കിയ ശേഷം ഇവൾക്ക് ജോലിയായത്. വളർത്തിയ കാര്യമൊന്നും പറയണ്ട. കിട്ടുന്നതെല്ലാം കുടിച്ച് നശിപ്പിച്ച് നടക്കുന്ന നിങ്ങൾക്ക് വലുത് അറിയൂ? കണ്ണീ കണ്ട വീട്ടിലൊക്കെ ചട്ടിയും കലവും കഴിയാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. അപ്പൊ അത് ശരി. ഒരു കുടുംബനാഥനായ ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല അല്ലേടി? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു കുടുംബനാഥം നടക്കുന്നു. വല്ല ഫോമും പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്തയുടെ സ്ഥാനത്ത് ഒപ്പിടാൻ മാത്രം ഒരാൾ, അല്ലാതെ എന്തിനു കൊള്ളാം? എന്താടി പറഞ്ഞത്? അയ്യോ അമ്മേ, എന്താടി കയ്യിൽ? അപ്പൊ നീ എന്നെ നന്നാക്കാൻ ജയിപ്പത്തിന് കത്തെഴുതും അല്ലടി? നിന്റെ ഒരു കത്ത് ദൈവമേ, ഈ മനുഷ്യൻ കാരണം ഈ കുടുംബം നശിച്ചു. എടി, എന്റെ ബാഗ് തന്നടി. ഇല്ല, ബാഗ് തരാൻ ഞാൻ തരില്ല. നിന്നോട് തരാനാണ് പറഞ്ഞത്. അയ്യോ അമ്മേ, എന്റെ പൈസ. അപ്പച്ച, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ കടം മേടിച്ച കാശ. ഈ വീട്ടിലാരും മരുന്ന് കഴിച്ചു പോകരുത്, മിണ്ടിപ്പോരുത്. ഈ ദ്രോഹി വല്ല വണ്ടി ഇടിച്ച് മരിച്ചാ മതിയായി. എന്താടി പറഞ്ഞത്? നിന്ന് ഞാൻ അമ്മേ മര്യാദ കല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ അമ്മേ, അമ്മേ, എഴുന്നേൽക്കമ്മേ. മോളെ, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല അമ്മേ. കരധാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. ശരീരം പകുതി തളർന്നുപോയ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരിക്കലും ഫേസ് ചെയ്യാൻ അനുവദിക്കരുത്. എന്തു ചെയ്യാം ഡോക്ടർ? സ്വന്തം അപ്പം തന്നെ. വിഷമിക്കേണ്ട കുട്ടി, എല്ലാം നേരെയാകും. മനുഷ്യന്റെ ഓരോ സഹനത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട് മോളെ. അത് നമ്മൾ തിരിച്ചറിയണം. ജനിച്ചപ്പോൾ മുതൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും, പിന്നെ കുടിച്ച് വെളിയില്ലാതെ വരുന്ന അപ്പച്ചൻ്റെ തല്ലും വഴക്കും, തളർന്നു പോയൊരമ്മ, ഇതൊക്കെ ദൈവിക പദ്ധതിയാണോ ഡോക്ടർ? തീർച്ചയായും. ഇതിലും വലിയൊരു തകർച്ചയിലൂടെ കടന്നുപോയ ഒരാളല്ലേ ഞാൻ. ഞാനും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം. കുട്ടികൾ രണ്ടും ബോട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ഞാനും ഭാര്യയും രക്ഷപ്പെടുന്നു. പിന്നീട് ഭാര്യ പൊള്ളലേറ്റ് മരിക്കുന്നു. അവിടെയൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് യേശുവിൻ്റെ വചനങ്ങളായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മോളെ, ഈ ഒരു വചനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വീണ്ടും ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തിയത്. പാവം അമ്മ, കുടുംബത്തിന്റെ അവസ്ഥ ഓർത്ത് എന്നും കരയാനും നേരമുള്ളൂ ഡോക്ടർ. മോളെ, കരയേണ്ടവന്റെ മുന്നിൽ കരഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. ഡോക്ടർ, അമ്മയ്ക്കുള്ള മരുന്ന് കുറിച്ച് തന്നില്ല? അത്യാവശ്യം വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്കാനിങ്, എക്സ്റേ, പിന്നെ മരുന്നുകളെല്ലാം. കാശിൻ്റെ കാര്യമോർത്ത് മോള് വിഷമിക്കണ്ട. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഇവിടുത്തെ ചികിത്സ സൗജന്യമാക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ള രോഗികൾക്ക് മരുന്നിനേക്കാൾ ഉപരി സ്നേഹവും
സമാധാനവും സന്തോഷവുമാണ് കൊടുക്കേണ്ടത്. ഭർത്താവിൻ്റെ സ്നേഹം കൂടുതൽ കിട്ടിയാൽ ഒരുപക്ഷേ തളർന്ന ശരീരഭാഗങ്ങൾ വരെ നേരെ അയക്കാം. അങ്ങനെ ഒരു സ്നേഹം അനുഭവിക്കാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. സ്നേഹമില്ലാത്ത ഒരപ്പനിൽ നിന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. ആൻസിമോൾക്ക് തെറ്റി. ആരെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്നേഹം. ലവ് ഈസ് എ ഗ്രേറ്റ് വെപ്പൺ. സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്തത് ഒന്നുമില്ല. കാരണം ദൈവം തന്നെയാണ് സ്നേഹം. അതുകൊണ്ട് ആദ്യം ദൈവത്തെ അറിഞ്ഞു നോക്കൂ. അൻസിമോളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കണം. യേശുവിൻ്റെ വചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. സങ്കീർത്തനം 56:8 പറയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കിണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ കണ്ണുനീർ തീർച്ചയായും ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവം ഇടപെടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനെ സ്നേഹിക്കണം. എല്ലാ ദിവസവും കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കി എൻ്റെ അമ്മയെ തല്ലുന്ന ഒരാളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഫാദർ? സ്നേഹിക്കണം, സ്നേഹിച്ചേ പറ്റൂ. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുനാഥൻ്റെ മനോഭാവം ഉണ്ടായേ തീരൂ. വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സന്തോഷവും സമാധാനവും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പനിൽ നിന്നൊരു സ്നേഹം എൻ്റെ മകൾക്കും ലഭിച്ചിട്ടില്ല. നിങ്ങളെ അപ്പച്ചൻ സ്നേഹിക്കുന്നില്ല എന്ന കാരണത്താൽ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കുന്നതാണ് തെറ്റ്. യേശുവിൻ്റെ സ്നേഹം അങ്ങനെയല്ല. കുരിശിൽ തറച്ചവരോട് പോലും ക്ഷമിച്ച് സ്നേഹിച്ചവനാണ് അവിടുന്ന്. ഇല്ല, ഇങ്ങനൊരു അപ്പനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. സ്വന്തം ഭാര്യയെയും മകളെയും ദ്രോഹിക്കുന്ന അയാളോട് സ്നേഹമല്ല, വെറുപ്പാണ് എനിക്ക്. ഈ വെറുപ്പാണ് ആദ്യം മനസ്സിൽ നിന്നെടുത്തു മാറ്റേണ്ടത്. ആൻസിയുടെ അമ്മ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ശരീരം തളർന്ന് കിടക്കണമെന്നുണ്ടോ? അപ്പൻ്റെ ചീത്ത സ്വഭാവം ഒരിക്കലും മാറരുതെന്ന് ആൻസിക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പരിശുദ്ധ അമ്മയോട് മനമൊരുകി പ്രാർത്ഥിക്കും. പീഡിതരുടെ ആശ്വാസമാണ് അമ്മ, രോഗികളുടെ ആരോഗ്യമാണ് അമ്മ. ആ അമ്മ സൗഖ്യം തരും. ആൻസിമോളെ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അതേറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് സുഭാഷിതം 28:13 പറയുന്ന വചനം അനുസരിക്കാൻ നോക്ക്. ആൻസിയുടെ അമ്മ ഭർത്താവിനോട് ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ആൻസിമോളെ, നിങ്ങളുടെ വ്യാകുലങ്ങൾ വ്യാകുല മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വലിയ മാറ്റം നിങ്ങൾ ദർശിക്കും. ജെയിംസ് അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നമ്മളായിട്ട് ഒന്നിനും തടസ്സം നിൽക്കണ്ട അമ്മേ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ
മകളെ. ആരാ ആരാ? ഇത് ഞാനാ, മാലാഖമാരുടെ രാജ്ഞിയായ മാതാവ്. അമ്മേ, മാതാവേ, നിനക്ക് തുണയായി തന്ന നിന്റെ ജീവിത പങ്കാളിയോട് നീ ക്ഷമിക്കണം. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനല്ലേ എൻ്റെ മകൻ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ മകൻ്റെ കൽപ്പന പാലിച്ചാൽ മതി, നീ അത്ഭുതം ദർശിക്കും. അവൻ്റെ രക്തത്തിന് നിന്റെ രോഗം മാറ്റാനുള്ള ശക്തിയുണ്ട്. എൻ്റെ മകന് നിന്റെ അനുതാപം മാത്രം മതി. അമ്മേ, ഞാൻ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തിട്ടുള്ള സകല പാപങ്ങൾക്കും മാപ്പ് ചോദിക്കുന്ന അമ്മേ. മോളെ, മോളെ, ഈ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു മോളെ. അമ്മേ, അമ്മേ. പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും മോളെ. മാതാവിനോട് അപേക്ഷിച്ചാൽ അത് കേൾക്കും മോളെ. അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. ആൻസിമോളെ, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരത്ഭുതം കൂടി സംഭവിച്ചിരിക്കുന്നു. ജെയിംസ് അച്ഛാ. അതെ, നിങ്ങളുടെ അപ്പൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ദാ നോക്ക്. മോളെ, ഈ അപ്പനോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പച്ചാ. അന്നമ്മേ, നീ എനിക്ക് മാപ്പ് തരണം. ഞാനാണ് നിങ്ങളോട് ക്ഷമിക്കേണ്ടത്. മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ.
അമ്മച്ചി, വികാരിയച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. പ്രോഗ്രാം കഴിയട്ടെ എന്നോർത്ത് വെയിറ്റ് ചെയ്തതാ. അന്നാമ്മച്ചി എല്ലാ സങ്കടങ്ങളും മറ്റും അച്ഛനോട് സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ? എല്ലാം കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അന്നാമ്മച്ചിയോട് അച്ഛൻ പറഞ്ഞപ്പോഴും അച്ഛനും അന്നാമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഒരു സർപ്രൈസ് അന്നാമ്മച്ചിക്കുണ്ട്. ദാ കണ്ടോ? മക്കളെ, തെറ്റുപറ്റിപ്പോയ അമ്മച്ചി, ക്ഷമിക്ക്. വികാരി അച്ഛൻ ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. നല്ല കാലം മുഴുവൻ ഞങ്ങൾക്കായി കഷ്ടപ്പെട്ട് ഞങ്ങളെ നല്ല നിലയിൽ എത്തിച്ചപ്പോൾ വാർദ്ധക്യത്തിൽ അമ്മച്ചിയെ തനിച്ചാക്കി ആരോരുമില്ലാത്ത അവസ്ഥയിൽ ഇല്ലമ്മച്ചി. ഇനി മുതൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഓരോ വർഷം വീതം ലീവെടുത്ത് മാറി മാറി ഞങ്ങൾ അമ്മച്ചിയോടൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ മക്കൾ ഈ സ്നേഹവും ഐക്യവും കരുതലുമൊന്നും വേറൊരിടത്തും കിട്ടില്ല. അമ്മച്ചി ക്ഷമിക്കും. മക്കളെ, ജോലിയൊന്നും കളയാതെ നിങ്ങളെടുത്ത ഈ തീരുമാനം അമ്മച്ചിക്ക് സന്തോഷമായിട മക്കളെ, സന്തോഷമായി. ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. നന്നായി മക്കളെ. സന്തോഷത്തിന്റെ കൊടുമുടിയിലാച്ചാ ഞങ്ങൾ. ജൂബിലി കൂടി അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ എത്തിയത്. ആ സന്തോഷം ഒരു കേക്ക് മുറിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം. അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ അർഹതയുള്ള ഒരാളിവിടെ ഉണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ. അല്ല, അമ്മച്ചി ആരെയാ വിളിച്ചേ? നമ്മുടെ ഇടവകയുടെ അമരക്കാരൻ, ഇടവക ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം പങ്കുചേരുന്ന ഒരാൾ, നമ്മുടെ സ്നേഹനിധിയായ വികാരി അച്ഛൻ, നമ്മുടെ റൂബിനച്ഛൻ. പിന്നല്ലാതെ അച്ഛനില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം? ആ, ഞാൻ പറഞ്ഞില്ലേ, ദേ അച്ഛനെത്തി. ഇടവക ജനങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് അച്ഛനെത്തും. എന്നാ പിന്നെ ഞാൻ നമ്മുടെ സിസ്റ്റേഴ്സിനെ കൂടി വിളിക്കട്ടെ. ജൂബിലി പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. അണിയായി ജനങ്ങൾ നിറചേർന്നു പാടി ജൂബിലി, ആമോദത്താലൊന്നായി പാടി ജൂബിലി. പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. ജൂബിലി പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. അണിയായി ജനങ്ങൾ നിറചേർന്നു പാടി ജൂബിലി, ആമോദത്താലൊന്നായി പാടി ജൂബിലി.
ജൂബിലി പ്രോഗ്രാമിന്റെ അവസാനം നമ്മുടെ എല്ലാവരുടെയും ഒരു ഡാൻസ് കൂടി ആവാം അല്ലേ? അത് കലക്കും. പ്രാക്ടീസ് ഒന്നും വേണ്ടാന്നേ, പാട്ടിട്ടോ.